ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ MA ഇംഗ്ലീഷിൻ്റെ 4th സെമ്മിലാണ് നമുക്ക് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് മന്ത് 14th പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഈ മന്ത് November 22 എങ്ങോ ആയിരുന്നു ആദ്യം. അപ്പോൾ അതിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏകദേശം ഡേറ്റ് കൺഫേം ആയല്ലോ, അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് വെച്ച് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ ഒരു കമൻറ്റ് കണ്ടു, ടോപ്പിക്ക് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യുമോ, എങ്ങനെയാണ് ടോപ്പിക്ക് എടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രൊജക്റ്റിന് എങ്ങനെയാണ് ടോപ്പിക്ക് കണ്ടെത്തുക, ഏത് ടോപ്പിക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ ബേസ് ചെയ്ത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് പ്രൊജക്റ്റ് ടോപ്പിക്ക് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ എൻ്റെ ഡിഗ്രിയുടെ ഒരു പ്രൊജക്റ്റ് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, ഒത്തിരി വാസ്റ്റായി കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, എവിടെ നിന്ന് എടുക്കണം, അങ്ങനത്തെ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര നമ്മൾ വിചാരിച്ച് കൂട്ടുന്ന അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. കാരണം നമുക്കിപ്പോൾ ഒരു ലിറ്ററേച്ചർ വർക്ക്, ഫോർ എക്സാമ്പിൾ നമുക്ക് നോവലോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിയോ നോവലിലോ പോയട്രിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഒരു വർക്ക് നമ്മൾ ബേസായിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വർക്കിനകത്ത് ഏതെങ്കിലും ഒരു തിയറി, ഒരുപാട് തിയറീസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫെമിനിസം ഉണ്ട്, പോസ്റ്റ് കൊളോണിയലും, അങ്ങനെ ഒരുപാട് തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു തിയറി ഇതിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഒരു വർക്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നമുക്കത് ചെയ്യാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിഗ്രിക്ക് ചെയ്തത് നമുക്ക് ഇങ്ങനെ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഒരു ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഒന്നുകൂടെ സിമ്പിളാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഡിഗ്രിക്ക് എടുത്തിട്ടുള്ളത് സർഫേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു നോവൽ, മാർഗരറ്റ് ആറ്റ്വുഡ് എഴുതിയിട്ടുള്ള നോവൽ എടുത്തിട്ട് അതിൽ എക്കോളജിക്കൽ ക്രൈസിസ്, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൻ, ഇതായിരുന്നു എൻ്റെ ടോപ്പിക്ക്. അപ്പോൾ എനിക്കതിലെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു തിയറി എക്കോ ഫെമിനിസമാണ്. എക്കോ ഫെമിനിസം നമുക്കറിയാം, ഫെമിനിസത്തിൻ്റെ ഒരു വേറൊരു സ്ട്രീമാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. അതിലൊരുപാട് ഫെമിനിസം ഉണ്ട്, നമുക്കറിയാം. മാർക്സിസ്റ്റ് ഫെമിനിസം, അതുപോലെ ബ്ലാക്ക് ഫെമിനിസം, ദലിത് ഫെമിനിസം. അപ്പോൾ നമുക്ക് എന്തും എടുക്കാം. അപ്പോൾ എൻ്റെ വർക്കിൽ, സർഫേസിംഗ് എന്ന് പറഞ്ഞ വർക്കിൽ ഒരുപാട് ഇക്കോളജിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ ആപ്റ്റായിട്ടുള്ള, അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം വിമണിനെ എങ്ങനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ആ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു ആ ഒരു വർക്കിൽ. അതുകൊണ്ട് എനിക്ക് അവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് എക്കോ ഫെമിനിസം ആയിരുന്നു. അപ്പം ഞാൻ ആ ഒരു തിയറി ആ ഒരു വർക്കിൽ അപ്ലൈ ചെയ്ത് അതിൽ ഞാൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് എക്കോളജിക്കൽ ക്രൈസിസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൺ ഇൻ എ ക്യാപിറ്റാലിസ്റ്റ് പാട്രിയാർക്കൽ സൊസൈറ്റി എക്സ്പ്ലോർഡ് ഇൻ ദി നോവൽ സർഫേസിംഗ് ബൈ മാർഗരറ്റ് ആറ്റ്വുഡ്. ഇതായിരുന്നു എൻ്റെ ഒരു ടോപ്പിക്. അപ്പം ഞാനൊരു വർക്ക് എടുത്തു, അതിൽ ഒരു പെർട്ടിക്കുലർ തിയറി അപ്ലൈ ചെയ്തു. എന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ എന്താണ് അതിൽ കണ്ടെത്താൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് എക്കോളജിക്കൽ ക്രൈസിസും എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വിമൺ അണ്ടർ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഇതായിരുന്നു എൻ്റെ ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തും എടുക്കാം. ഞാൻ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു MA ഇംഗ്ലീഷിൽ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂവി. അപ്പം നമുക്കിപ്പോൾ ഒരുപാട് ടൈം ഇല്ലാത്തത് കൊണ്ട്, അതിപ്പോൾ എൻ്റെ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി വായിക്കാനും അല്ലെങ്കിൽ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യാനും അത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തൊരു പേഴ്സൺ ആയതുകൊണ്ട് ഞാനൊരു മൂവി എടുത്തിട്ട് ആ ഒരു മൂവിയിലൊരു തിയറി അപ്ലൈ ചെയ്ത് അതിലെന്താണ് എൻ്റെ ടോപ്പിക് അല്ലെങ്കിൽ ഞാൻ എന്താണ് കണ്ടെത്താൻ പോകുന്നതും കൂടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നോർമലായിട്ട് നമുക്കൊരു ടോപ്പിക്ക് ഏറ്റവും സിമ്പിളായ രീതിയിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇനി നമുക്ക് അതല്ലാതെ കമ്പയർ ചെയ്തിട്ട് എഴുതാം. 2 വർക്ക് എടുത്ത് നമുക്ക് ആ 2 വർക്കിലും എന്തെങ്കിലും കാര്യം കമ്പയർ ചെയ്തിട്ട് അതൊരു ടോപ്പിക്കായിട്ട് എടുക്കാം. അല്ലെങ്കിൽ രണ്ടിലും കൂടെ ഏതെങ്കിലും ഒരു തിയറി അപ്ലൈ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഒരു വർക്ക് എടുത്ത് അതിലൊരു തിയറി അപ്ലൈ ചെയ്ത് ചെയ്യുന്നതാവും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം.
അപ്പോൾ ഇത്രയാണ് ഒരു ടോപ്പിക്ക് എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്ന് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. ഞാൻ ചെയ്യുന്ന ഒരു രീതിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്ത് നമുക്കൊരു ക്ലാസ് മീറ്റിൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഏകദേശം ക്ലിയർ ആയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 40 പേജസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് 40 പേജസ് ഇനഫ്. പിന്നെ നമുക്ക് എഴുതുന്ന സമയത്ത് 50 പേജസ് എന്തോ ആണ് പറഞ്ഞിട്ടുള്ളത്. അതിലെനിക്ക് ക്ലിയറിൽ എഴുതുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിട്ടില്ല. അതാണ് എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത്. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 40 പേജസ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതെന്തൊക്കെയാണ് റൂൾസും കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് ആ PDF-നകത്ത് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഫോണിലും ടൈപ്പ് ചെയ്യാം. നമുക്ക് വേർഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്കതിൽ ടൈപ്പ് ചെയ്ത് പിന്നെ നമ്മുടെ ഒരു ഡോക്യുമെൻറ്റ് ഫയലായിട്ട് അത് ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിലിട്ടൊന്ന് എഡിറ്റ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഡിഗ്രി പ്രൊജക്റ്റിൻ്റെ സമയത്തൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോണിൽ ചെയ്തിട്ട് സിസ്റ്റത്തിലിട്ട് എഡിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്കിനെ ബേസ് ചെയ്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അറിയാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.